രക്ഷയുടെ ഓൺലൈൻ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് PSC രംഗത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായ ബയോളജിയെ പറ്റിയാണ്, ജീവശാസ്ത്രം. PSC പരീക്ഷകളിൽ ബയോളജിയുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. കാര്യം ഡിഗ്രി ലെവലായാലും 10th +2 ലെവലായാലും ഈവൻ LGS ലെവൽ പോലും ബയോളജിക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, ഒരുപാട് പഠിക്കാനുമുണ്ട്. നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ വളരെ ലളിതമായി രസകരമായി ക്യാപ്സൂൾ രൂപത്തിൽ നമ്മൾ ബയോളജി പഠിക്കുകയാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മനുഷ്യ ശരീരത്തെ പറ്റിയാണ്. എന്തിനെ പറ്റിയാണ്? മനുഷ്യ ശരീരത്തെ പറ്റിയാണ്. അതെ, നമുക്ക് നോക്കാം. വളരെ സങ്കീർണമായതും എന്നാൽ വെൽ ഡിസൈഡുമായിട്ടുള്ളൊരു ആർക്കിടെക്ചറാണ് മനുഷ്യ ശരീരത്തിൻ്റേത്, അല്ലേ? ഈ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് പാർട്ടുകളുണ്ട്, നമുക്കെല്ലാം പഠിക്കണം. ക്യാപ്സൂളാക്കി ചെറിയ രീതിയിൽ പഠിച്ചെടുക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടായ ഹൃദയത്തെ പറ്റിയാണ്. എന്തിനെ പറ്റിയാണ്? ഹൃദയത്തെ പറ്റിയാണ്. നമ്മൾ ഹൃദയത്തെ പഠിക്കുന്നത് പാർട്ടാക്കിയാണ്. ആ പാർട്ടുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അടിസ്ഥാന വിവരങ്ങൾ. എന്താണ് അടിസ്ഥാന വിവരങ്ങൾ? സെക്കൻഡ് വൺ ഈസ് ധർമ്മം, ഹൃദയത്തിൻ്റെ ധർമ്മങ്ങൾ. മൂന്നാമതായി നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഹൃദയത്തിൻ്റെ സവിശേഷതകൾ. കുറച്ച് സവിശേഷതകളുണ്ട് ഹൃദയത്തിന്, അത് നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം ഹൃദയത്തിൻ്റെ ഘടന പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്തിലേക്ക് പോകുന്നു? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ രക്തപര്യന വ്യവസ്ഥയിലേക്ക് എത്തുന്നു. അതിനുശേഷം ഡയസ്റ്റോളിക്, സിസ്റ്റോളിക് നമ്മൾ പഠിക്കുന്നു. ഓക്കെ അല്ലേ? അതിനുശേഷം ഹൃദയസ്പന്ദനം പഠിക്കുന്നു. എന്ത് പഠിക്കുന്നു? ഹൃദയസ്പന്ദനം പഠിക്കുന്നു. അതിനുശേഷം ഹൃദയത്തിനുണ്ടാവുന്ന രോഗങ്ങളെപ്പറ്റിയും അല്ലെങ്കിൽ തകരാറുകളെപ്പറ്റിയും അത് പരിഹരിക്കുന്ന രീതികളെപ്പറ്റിയും പഠിക്കുന്നു. അതിനുശേഷം കൃത്രിമ ഹൃദയത്തെപ്പറ്റി പഠിക്കുന്നു. അതിനുശേഷം എന്താ പഠിക്കുന്നത്? ഹൃദയമാറ്റ ശസ്ത്രക്രിയകളെപ്പറ്റി പഠിക്കുന്നു. എൻ്റെ ലാസ്റ്റ് വൺ ഇസ് എന്താണ്? ഹൃദയവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളെപ്പറ്റി പഠിക്കുന്നു. ഇത്രയും പഠിച്ചു തീരുമ്പോൾ ഹൃദയം എന്നത് എവിടെയാവും? നമ്മുടെ ഈ കൈക്കുള്ളിലാവും. ഓക്കെ, ഇതുപോലെ പാർട്ടായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. തുടങ്ങാം. ഫസ്റ്റ് വൺ ഈസ് അടിസ്ഥാന വിവരങ്ങൾ. അതെ, ഹൃദയത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ. ഹൃദയത്തെപ്പറ്റിയും ഹൃദയ രോഗങ്ങളെപ്പറ്റിയുമുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ഹൃദയത്തെപ്പറ്റിയും ഹൃദയ രോഗങ്ങളെപ്പറ്റിയുമുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? കാർഡിയോളജി. അതെ, ഹൃദയത്തെപ്പറ്റിയും ഹൃദയ രോഗങ്ങളെപ്പറ്റിയുമുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് കാർഡിയോളജി. സെക്കൻഡ് വൺ ഈസ് ഹൃദയത്തിന് എത്ര ഭാരമുണ്ടാവും? അതിനെത്ര വലിപ്പമുണ്ടാവും? നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഹൃദയത്തിൻ്റെ ശരാശരി ഭാരം 300 ഗ്രാം ആണ്. എത്രയാണ്? 300 ഗ്രാം. ഇതൊരു എക്സാക്ട് കണക്കല്ല, ശരാശരിയാണ്. കാര്യം പുരുഷന്മാരിലും സ്ത്രീകളിലും എല്ലാം വ്യത്യാസമുണ്ടാവും. PSCയുടെ ആൻസർ എന്താണ്? 300 ഗ്രാം. ഹൃദയത്തിന് എത്ര വലിപ്പമുണ്ടാവും? നമ്മുടെ ഒരു കൈമുഷ്ടിയുടെ വലിപ്പമാണ് ഹൃദയത്തിനുള്ളത്. ഈ ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏകദേശം നമ്മുടെ ശരീരത്തിന് മധ്യഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഈ ഹൃദയം എന്ന വാക്കില്ലേ, സംസ്കൃത വാക്കാണ്. ഹൃദ് എന്നൊരു വാക്കിൽ നിന്നാണ് ഹൃദയം എന്നൊരു വാക്കുണ്ടായത്. ആ സംസ്കൃത വാക്കിൻ്റെ അർത്ഥം തന്നെ കേന്ദ്രം, മധ്യഭാഗം എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഹൃദയം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും പഠിച്ചു. ഇനിയൊരു 2 കാര്യം കൂടെ നമുക്ക് പഠിക്കാം. എന്നാണ് ലോക ഹൃദയ ദിനം? അത് സെപ്റ്റംബർ 29നാണ്. ഈ ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഏതാണ് ആ ഹോർമോൺ? അത് അഡ്രിനാലിനാണ്. അങ്ങനെ നമ്മൾ എന്ത് തീർത്തിരിക്കുന്നു? അടിസ്ഥാന വിവരങ്ങൾ തീർത്തിരിക്കുന്നു. നമുക്കൊന്നുകൂടി പരിശോധിക്കാം. ഹൃദയത്തെ പറ്റിയും ഹൃദയ രോഗങ്ങളെ പറ്റിയുമുള്ള പഠനമാണ് കാർഡിയോളജി. ഹൃദയത്തിൻ്റെ ശരാശരി ഭാരം 300 ഗ്രാമാണ്. ഹൃദയത്തിൻ്റെ വലിപ്പം ഒരു കൈമുഷ്ടിയുടെ വലിപ്പമാണ്. പിന്നെ എന്ത് പഠിച്ചു? ഹൃദയത്തിൻ്റെ സ്ഥാനവും പഠിച്ചു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ലാസ്റ്റ് വൺ ഈസ് ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ, അത് അഡ്രിനാലിൻ. അങ്ങനെ ഫസ്റ്റ് വൺ ഏതാണ്? അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് രണ്ടാമത്തേക്ക് പോവാം. എന്താണ് രണ്ടാമത്തേത്? ധർമ്മം. എന്താണ് ഹൃദയത്തിൻ്റെ ധർമ്മം? നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അതെ, നമ്മൾ അറിഞ്ഞിരിക്കണം ഹൃദയത്തിൻ്റെ ധർമ്മം. ശരീര അവയവങ്ങളിലേക്ക് രക്തത്തെ പമ്പ് ചെയ്യുക. എന്താണ്? മനുഷ്യ ശരീര അവയവങ്ങളിലേക്ക് രക്തത്തെ പമ്പ് ചെയ്യുക. അതാണ് ആരുടെ ധർമ്മം? ഹൃദയത്തിൻ്റെ ധർമ്മം. നമുക്ക് അടുത്തത് പഠിക്കാം. അതെ, സവിശേഷതകൾ. എന്താണ് സവിശേഷതകൾ? മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം ഏതാണ്? മനുഷ്യനിൽ നിന്നല്ല, നട്ടലുള്ള ജീവികളിലെല്ലാം ആദ്യം വളരുന്ന അവയവം ഏതാണ്? അത് ഹൃദയമാണ്. ഫസ്റ്റ് പോയിന്റ് കിട്ടിയേ. മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം അതേതാണ്? അത് ഹൃദയമാണ്.
രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം. മനുഷ്യ ശരീരത്തിലെ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? അതും ഹൃദയമാണ്. മനുഷ്യ ശരീരത്തിൽ വിശ്രമമില്ലാത്ത പേശി ഏതാണ്? അതും ഹൃദയപേശിയാണ്. അത് ഹൃദയപേശിയാണ്. ഇനി ഒരെണ്ണം കൂടെ പഠിക്കാവുള്ളൂ. എന്താ? അർബുദം ബാധിക്കാത്ത മനുഷ്യ അവയവം അല്ലെങ്കിൽ മനുഷ്യ ഭാഗം ഏതാണ്? അതും ഹൃദയമാണ്. എളുപ്പമല്ലേ? പഠിച്ചു കഴിഞ്ഞു സവിശേഷതകൾ. ഫസ്റ്റ് വൺ ഇസ് എന്താണ്? മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം. സെക്കൻഡ് വൺ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം. മൂന്നാമത്തേത് എന്താണ്? വിശ്രമമില്ലാത്ത പേശി. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി അതും ഏതാണ്? ഹൃദയപേശിയാണ്. ഇതിന്റെ ലാസ്റ്റ് വൺ ഈസ് എന്താണ്? അർബുദം ബാധിക്കാത്ത ശരീരഭാഗം അതും ഹൃദയമാണ്. അങ്ങനെ നമ്മൾ എന്തും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, സവിശേഷതകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ കടക്കുന്നു അടുത്തതിലേക്ക്. ഘടന. അതെ, ഹൃദയത്തിൻ്റെ ഘടന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് അല്ലേ? ഹൃദയ ഭിത്തി നിർമ്മിച്ചിരിക്കുന്ന ആവരണങ്ങളെ പറ്റിയാണ് ഞാൻ ആദ്യം പറയുന്നത്. ഘടനയ്ക്കകത്ത് നമുക്ക് നോക്കാം. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. അതെ, ഇതാണ് ഹൃദയത്തിൻ്റെ ആവരണങ്ങൾ. ഹൃദയത്തിൻ്റെ ഇരട്ട സ്തര ആവരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാ? പെരികാർഡിയം. ഏതാണ്? പെരികാർഡിയം. പക്ഷേ പെരികാർഡിയം മാത്രമാണോ? അല്ല, അതിനകത്തേക്കും കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സെക്കൻഡ് വൺ ഈസ് എപ്പികാർഡിയം. അതെ, എപ്പികാർഡിയവും നമ്മുടെ ഹൃദയഭിത്തി നിർമ്മിച്ചിരിക്കുന്ന ഒരു ആവരണമാണ്. അത് നമ്മുടെ പെരികാർഡിയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. എപ്പികാർഡിയം അറിയപ്പെടുന്ന മറ്റൊരു പേര് ചിലപ്പോൾ PSC ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, വിസറൽ പെരികാർഡിയം. എന്താണ്? വിസറൽ പെരികാർഡിയം. അതെ, പെരികാർഡിയം കഴിഞ്ഞു, അത് അടുത്ത എന്താണ്? എപ്പികാർഡിയം. അതിനടുത്തൊരു ദ്രവം ഒഴുകുന്നുണ്ട്, കണ്ടില്ലേ? പെരികാർഡിയത്തിനകത്ത് ഒഴുകുന്ന ദ്രവം ഏതാണ്? അത് പെരികാർഡിയൽ ദ്രവമാണ്. അതേതാണ്? പെരികാർഡിയൽ ദ്രവം. ഇതെന്താ ഈ പെരികാർഡിയൽ ദ്രവത്തിൻ്റെ ധർമ്മം? ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ഹൃദയത്തെ സംരക്ഷിക്കുക. ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ഹൃദയത്തെ സംരക്ഷിക്കുക. അതുപോലെയുണ്ട് എന്താ? ഹൃദയം വികസിക്കുന്ന അവസരത്തിൽ സ്തരങ്ങൾക്കിടയിലുള്ള ഹർഷണം ഇല്ലാതാക്കുക. അങ്ങനെ രണ്ട് ധർമ്മമാണ് ആർക്കുള്ളത്? പെരികാർഡിയൽ ദ്രവത്തിനുള്ളത്. എന്താ? ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ഹൃദയത്തെ സംരക്ഷിക്കുക. ഹൃദയം വികസിക്കുന്ന അവസരത്തിൽ സ്തരങ്ങൾക്കിടയിലുള്ള ഹർഷണം ഇല്ലാതാക്കുക. പെരികാർഡിയൽ ദ്രവം കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്നില്ലേ? ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട്, മയോകാർഡിയം. അതെ, മയോളജി എന്തിനെ പറ്റിയുള്ള പഠനമാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെ, പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. ഇതും നമ്മുടെ ഹൃദയപേശികളിലെ ഭൂരിപക്ഷം കാണുന്നതും എവിടെയാണ്? ഈ മയോകാർഡിയത്തിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് മയോകാർഡിയം. നമ്മുടെ ഹൃദയ സ്പന്ദനങ്ങൾക്കനുസരിച്ച് ഒരേ താളത്തിൽ അല്ലെ, ഒരേ താളത്തിൽ ഹൃദയത്തെ സ്പന്ദിക്കാൻ സഹായിക്കുന്നത് ആരാണ്? അത് മയോകാർഡിയൽ പേശിയാണ്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് വരുന്ന ആന്തരിക പാളി ഏതാണ്? അത് എൻഡോകാർഡിയമാണ്. അതേതാണ്? എൻഡോകാർഡിയം. ഏറ്റവും ആന്തരപാളി, അതായത് രക്തവുമായി ഏറ്റവും അടുത്തിരിക്കുന്ന പാളിയാണ് എൻഡോകാർഡിയം. ആവരണങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് പെരികാർഡിയം. ഏതാണ്? പെരികാർഡിയം, ഇരട്ട സ്ഥലമുള്ള ആവരണം. അത് കഴിഞ്ഞു. എപ്പികാർഡിയം അല്ലെങ്കിൽ വിസറൽ പെരികാർഡിയം, അത് പെരികാർഡിയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അത് കഴിഞ്ഞ് എന്ത് വന്നു? പെരികാർഡിയൽ ദ്രവം വന്നു. അത് കഴിഞ്ഞ് എന്ത് വന്നു? മയോകാർഡിയം വന്നു. അത് കഴിഞ്ഞ് എന്ത് വന്നു? അവസാനത്തേത് ഏറ്റവും ആന്തരപാളി എന്താണ്? അത് എൻഡോകാർഡിയമാണ്. നമുക്ക് നോക്കാം. PSC ചോദിക്കുകയാണ് ഹൃദയത്തിൻ്റെ ആവരണം ഏതാണ്? അതിനുത്തരം പെരികാർഡിയമാണ്. കാര്യം PSC ചോദിച്ചിട്ടുള്ള ഇരട്ട സ്ഥലമുള്ള ആവരണം എന്ന ചോദ്യത്തിന് ഉത്തരം പെരികാർഡിയമാണ്. പക്ഷേ നമ്മൾ ഇതും അറിഞ്ഞിരിക്കണം, കാരണം PSC കുറച്ചുകൂടി ഡീപ്പായിട്ട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അങ്ങനെ എന്തും കഴിഞ്ഞിരിക്കുന്നു? ഹൃദയത്തിൻ്റെ ആവരണങ്ങളെപ്പറ്റി പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അടുത്തത് കടക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, മനുഷ്യഹൃദയത്തിലെ അറകൾ. എന്താണ്? മനുഷ്യഹൃദയത്തിലെ അറകൾ. മനുഷ്യഹൃദയത്തിൽ എത്ര അറകളാണുള്ളത്? അതെ, 4 അറകളാണ് മനുഷ്യഹൃദയത്തിനുള്ളത്. എത്ര അറകളാണുള്ളത്? 4 അറകളാണ് മനുഷ്യഹൃദയത്തിനുള്ളത്. നമുക്ക് നോക്കാം. അതെ, മുകളിൽ 2 അറ, താഴെ 2 അറ അല്ലേ? മുകളിലത്തെ അറകൾ അറിയപ്പെടുന്നത് എന്താണ്? ഏട്രിയങ്ങൾ അല്ലെങ്കിൽ ഓറിക്കിളുകൾ. ഏട്രിയങ്ങൾ അഥവാ ഓറിക്കിളുകൾ. നമുക്ക് താഴത്തെ അറകൾ പരിശോധിക്കാം. അവിടെയും 2 അറകൾ. അവയുടെ പേരെന്താണ്? വെൻട്രിക്കിളുകൾ. എന്താണ്? വെൻട്രിക്കിളുകൾ. അവിടെ താഴെയുമുണ്ട് 2 അറകൾ, വെൻട്രിക്കിളുകൾ. അപ്പോൾ മേലെന്തുണ്ട്? റൈറ്റ് ഓറിക്കിൾ ഓർ ഏട്രിയം, ലെഫ്റ്റ് ഓറിക്കിൾ ഓർ ലെഫ്റ്റ് ഏട്രിയം. ദെൻ
താഴെ. എന്താ? റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതാണ് ഹൃദയത്തിൻ്റെ അറകൾ. 4 അറകൾ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? ഇതിൽ ഏറ്റവും കട്ടി കൂടിയ ഭിത്തിയുള്ള അറ ഏതാണ്? അത് ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. അത് ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇല്ലേ? നമ്മൾ ഈ സമയത്ത് തന്നെ പഠിക്കുന്നു എന്ത്? ഹൃദയത്തിൻ്റെ പ്രവർത്തനം. കാര്യം അറകൾ പഠിച്ചിരിക്കുന്ന ആ അവസരത്തിലാണ് പ്രവർത്തനവും കൂടി പഠിക്കാൻ എളുപ്പം അല്ലേ? പക്ഷേ പ്രവർത്തനത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒന്നുണ്ട്, രക്തക്കുഴലുകൾ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഞാൻ ഈ ക്ലാസ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കുകളെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ്. 9ാം ക്ലാസ്സിലെ 3ാം ചാപ്റ്ററിലാണ് ഹൃദയത്തെ പറ്റി പറയുന്നത്. നമുക്ക് ആ ചാപ്റ്ററിലെ നമ്മുടെ രക്തക്കുഴലുകളെ കുറിച്ച് പറയുന്നൊരു ഏരിയ ഉണ്ട്, അവിടേക്കൊന്ന് കിടക്കാം. അതെ, ഈ ഏരിയയിലാണ് എന്തിനെ പറ്റി പറയുന്നത്? നമ്മുടെ രക്തക്കുഴലുകളെ പറ്റി പറയുന്നത്. നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിൽ 3 തരം രക്തക്കുഴലുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് സിര, സെക്കൻഡ് വൺ ഇസ് ധമനി ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ലോമികകൾ. എന്താണ്? ലോമികകൾ. നമുക്ക് നോക്കാം. അതെ, ഫസ്റ്റ് പോയിന്റ് എന്താ? സിര. മനുഷ്യ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ. മനുഷ്യ ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം കൊണ്ടുവരുന്ന കുഴലുകളും ഏതാണ്? അതും സിരകളാണ്. അതും സിരകളാണ്. പിന്നെയും കുറച്ച് കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ നിങ്ങളത് വായിച്ചിരിക്കുക. ദെൻ സെക്കൻഡ് വൺ ഇസ് ധമനികൾ. മനുഷ്യ ശരീരത്തിലേക്ക് ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. എന്താണ്? ഹൃദയത്തിൽ നിന്നും മറ്റ് അവയവങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ. ധമനികൾ എന്ത് രക്തമാണ് വഹിക്കുന്നത്? അത് ശുദ്ധരക്തമാണ്. കാര്യം അവയവങ്ങൾക്ക് ഓക്സിജനും പോഷകവും എല്ലാം ലഭിക്കണ്ടേ? അത് രക്തത്തിലൂടെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശുദ്ധരക്തം കൊണ്ടുപോകുന്നത് ആരാണ്? ധമനികളാണ്. അടുത്തത് ഏതാണ്? നമ്മൾ അടുത്ത പഠിക്കേണ്ടത് ഏതാണ്? അത് ലോമികകളാണ്. എന്താണ് ലോമികകൾ? വളരെ നേർത്ത ധമനിയോ വളരെ നേർത്ത സിരകളെയോ നമുക്ക് എന്ത് വിളിക്കാം? ലോമികകൾ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ധമനിയും സിരയും ഒന്ന് ചേരുന്ന ഭാഗത്തേക്ക് നമുക്ക് എന്ത് വിളിക്കാം? ലോമികകൾ എന്ന് വിളിക്കാം. ഈ ലോമികകൾ കണ്ടുപിടിച്ചത് ആരാണ്? അത് മാർസെല്ലോ മൽപിജിയാണ്. ആരാണ്? മാർസെല്ലോ മൽപിജിയാണ് ലോമികകൾ കണ്ടുപിടിച്ചത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ അതെല്ലാം ഒന്ന് ഓട്ടിച്ച് വായിച്ച് മനസ്സിൽ വെക്കുക. ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റുകളാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്കിനി ഒരു കാര്യം നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു സിരകൾ വഹിക്കുന്നത് അശുദ്ധ രക്തമാണ്. എന്നാൽ ഒരേ ഒരു സിര മാത്രം വഹിക്കുന്നത് ശുദ്ധരക്തമാണ്. ആ സിര ഏതാണ്? അത് പൾമണറി സിരയാണ്. ശുദ്ധരക്തം വഹിക്കുന്ന സിരയാണ് പൾമണറി സിര, ഒരേ ഒരു സിര. അതുപോലെ ഞാൻ പറഞ്ഞു ധമനികൾ വഹിക്കുന്നത് ശുദ്ധരക്തമാണ്. ഒരേ ഒരു ധമനി മാത്രം അശുദ്ധ രക്തം വഹിക്കുന്നുണ്ട്. ആ ധമനിയുടെ പേരാണ് പൾമണറി ധമനി. അശുദ്ധ രക്തം വഹിക്കുന്ന ധമനിയുടെ പേരാണ് പൾമണറി ധമനി. അതും പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഞാനും ചോദിച്ചോട്ടെ, ഏറ്റവും വലിയ സിര ഏതാണ്? അത് അധോ മഹാസിരയാണ്, അല്ലെങ്കിൽ ഇൻഫീരിയർ വേണക്കവയാണ്. എളുപ്പമല്ലേ? എന്നാൽ ഏറ്റവും വലിയ ധമനി ഏതാണ്? അത് അയോട്ടയാണ്, അല്ലെങ്കിൽ മഹാധമനിയാണ്. അതുപോലെ ഏറ്റവും വലിയ രക്തക്കുഴലുകൾ ഏതാണ്? അതും മഹാധമനിയാണ്, അയോട്ടയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു 3 കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചത്? ഏറ്റവും വലിയ സിര അത് അധോ മഹാസിര, ഏറ്റവും വലിയ ധമനി അത് മഹാധമനി, അതുപോലെ ഏറ്റവും വലിയ രക്തക്കുഴലുകൾ അതും എന്തു തന്നെയാണ്? മഹാധമനി തന്നെയാണ്. അങ്ങനെ നമ്മൾ എന്തു പഠിച്ചു കഴിഞ്ഞു? രക്തക്കുഴലുകൾ എന്നൊരു ടോപ്പിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞു.